സ്ഥിരമായി ചപ്പാത്തി കഴിക്കാറുണ്ടോ? രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇങ്ങനെ ചപ്പാത്തി കഴിച്ചു കഴിയുമ്പോൾ മടുക്കാറില്ലേ? നിങ്ങൾക്ക് പറ്റിയ ഒരു വിഭവമാണ് ഇത്, ടൊമാറ്റോ പറാത്ത. ഇത് ഒരു ഉത്തരേന്ത്യൻ വിഭവമാണ്. മലയാളികൾക്കും ഇഷ്ടപ്പെടും. നല്ല രുചിയാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ് ഈ പറാത്ത. Cook with Sophie, sharing 40 years experience. ഒരു 3 തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, അതൊന്ന് ചെറുതാക്കി ഇടാം. അര ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് ഉത്തരേന്ത്യൻ ഫ്ലേവർ ആയതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ജീരകം ചേർക്കുന്നത്. ഇനി അങ്ങനെ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ച് എടുക്കണം. ഇപ്പം തക്കാളിപ്പഴമൊക്കെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർക്കാം. ഇനി ഈ തക്കാളി പേസ്റ്റിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഈ തക്കാളി പേസ്റ്റ് ആദ്യം വെള്ളം പോരെങ്കിൽ വേറെ അല്പം വെള്ളം കൂടെ ചേർത്ത് കുഴയ്ക്കാം. പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അതും ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇപ്പം എനിക്ക് അധികം വെള്ളം അങ്ങനെ വേണ്ടി വരികയല്ല. ഇപ്പം തന്നെ നന്നായിട്ട് ഇത് കുഴഞ്ഞു വരുന്നുണ്ട്. ചപ്പാത്തി പോലെ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളം വേണ്ടല്ലോ. ഇപ്പം ഇങ്ങനെ കുഴക്കുമ്പോഴത്തേക്ക് ഒരു ശബ്ദം വരുന്നില്ലേ? ഈ പാത്രം ചെന്ന് മുട്ടുന്നതല്ലേ? നമുക്ക് അതിൻ്റെ അടിയിലേക്ക് ഒരു കോട്ടൺ ഷീറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടത് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെ വെള്ളം കൂടണ്ട, അതേ രീതിയിൽ തന്നെ കുഴച്ച് വെക്കാം. ഇപ്പം എന്തേ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഒട്ടും വെള്ളം വേറെ ചേർക്കേണ്ടി വന്നില്ല. ഇനി അതിലേക്ക് അല്പം എണ്ണ ചേർക്കാം. എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആകാതിരിക്കാൻ 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റായി നമ്മൾ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്നേക്കാളും അല്പം കൂടെ കൂടുതലായിട്ട് എടുക്കണം. ഇതുപോലെയുള്ള വലിപ്പത്തിലെടുക്കണം. പൊടിയിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം പരത്തിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം എണ്ണ തൂത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും എണ്ണ തൂത്ത് കൊടുക്കണം. ഇനി ഇത് ഇങ്ങോട്ടൊന്ന് മടക്കിയെടുക്കണം. ഈ മടക്കിൻ്റെ മുകളിലും എണ്ണ തൂക്കണം. ഇതുപോലെ ഇങ്ങോട്ടും മടക്കാം. ഇവിടെ എണ്ണ തൂക്കണം. ഇനി ഇത് വീണ്ടും ഇങ്ങോട്ട് മടക്കാം. ഇവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് മടക്കണം. ഇനി ഇത് വീണ്ടും പൊടിയിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം.
ഇതും കനം കുറച്ച് പരത്തണം. തീരെ ഇത്രയും കട്ടിയുള്ളതുകൊണ്ട് ഒത്തിരി കട്ടി വേണ്ട. ഇതേപോലെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം. ഒരു തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇത് ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ട് ഇച്ചിരി താമസമുണ്ട്. അപ്പോഴത്തേനും ഒത്തിരി തീ ആദ്യം വെക്കരുത്. ചൂടാക്കി കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ. നിപ്പൊമ്പളച്ച് വരാൻ തുടങ്ങി. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അല്പം എണ്ണ തൂത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ നല്ലവണ്ണം എണ്ണ തൂത്തിട്ടുണ്ട്. എന്നാലും ചപ്പാത്തി പറാത്ത ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു 2-3 പ്രാവശ്യത്തിൽ കൂടുതൽ തിരിച്ചു മറിച്ച് വിടരുത്. അങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് പോയെന്നാൽ അത് ഹാർഡായി പോകും. നമുക്കൊന്ന് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിതൊന്നോടെ മറിച്ചിടാം. ഇപ്പം ഇത് നന്നായിട്ട് കൊമ്പളച്ച് വന്നിട്ടുണ്ട്. ഉണ്ടോ? അല്പം എണ്ണ തൂത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിടാം. ഇപ്പം പാറത്ത നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം എത്ര എളുപ്പത്തിലാണ് ഈ പറാത്ത നമ്മൾ ചുട്ടെടുത്തത്. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ബാക്കി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. ഇത് ഏത് കറി കൂട്ടിയും കഴിക്കാം. ചിക്കനോ മട്ടണോ വെജിറ്റബിൾ കറിയോ എന്ത് വേണേലും എൻ്റെ കൂടെ യോജിക്കുന്നതാണ്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വെറൈറ്റിയായ പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്. Cook with Sophie, sharing 40 years experience.